ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതിന് മുൻപ് നമ്മൾ ജസ്റ്റ് ബേബി ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ യൂഷ്വലി ഒരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ നമ്മുടെ പ്ലേ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറക്കാറുണ്ട്. ഇങ്ങനെ കുറേ ടൈം അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് വന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്രീമി ആയിട്ടുള്ളൊരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഞാനിവിടെ 500 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതിന് 10 ഗ്രാം ചൈന ഗ്രാസ് മതിയാകും. അതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് പാനിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഒരു 100 ഗ്രാം ബട്ടറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 75 ഗ്രാം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഒരു ടീസ്പൂൺ മൈദയിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മൈദയുടെ മിക്സ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൈദ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ ഒരു 1/2 ടീൻ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊന്നുമില്ല, നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആൽമണ്ട്സും ചെറീസും ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സ്കിപ്പായി പോയതാണ്. പിന്നെ ഫ്രീസറിൽ വെക്കണം എന്നില്ല, നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ്. ഫൈനലി പുഡിംഗ് നല്ല തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഭയങ്കര ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നൈറ്റ് ബിരിയാണി ആയിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസും ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടില്ല. എടുത്ത പോർഷൻസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ചിക്കന്, നട്ട്സ്, കിസ്മിസ്, ഓനിയൻ ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതേ സെയിം ഓയിൽ യൂസ് ചെയ്തിട്ട് ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഒന്ന് റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ ആണ്. ഒരു 3 ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കുക്കായി വരുമ്പോഴത്തേനും നല്ല സോഫ്റ്റായിട്ട് വരും. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ഫ്രൈഡ് ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ നമുക്ക് നോർമൽ ചിക്കൻ കറിയിൽ ആഡ് ചെയ്യുന്ന എല്ലാ മസാലാസും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കേർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വേറെ ഒന്നുമില്ല, മല്ലിയില പുതിനയിലയൊക്കെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഫ്രൈഡ് ഓനിയൻ വെച്ചിട്ട് ചെയ്ത് നോക്കുന്നത്. നമ്മൾ നോർമലി സാധാ ഓനിയൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ റൈസിൻ്റെ വീഡിയോസും കംപ്ലീറ്റ് എടുത്തിട്ടില്ല. എടുത്ത പോർഷൻസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്.